രാജ്യത്തിന്റെ ആഗോള മുഖമാണ് വിവിധയിടങ്ങളിലുള്ള ഇന്ത്യൻ പ്രവാസികൾ. ഇന്ത്യയെ ആഗോള വിനോദസഞ്ചാര നിക്ഷേപ കേന്ദ്രമായി വളർത്തുന്നതിൽ പ്രവാസികൾ നിർണായക പങ്ക് വഹിക്കുന്നു. നാട്ടിലേക്ക് അയക്കുന്ന പണം, വ്യാപാര ബന്ധങ്ങൾ, നിക്ഷേപങ്ങൾ എന്നിവയിലൂടെയുള്ള അവരുടെ സംഭാവനകൾ രാജ്യത്തിന്റെ സമഗ്ര വളർച്ചയ്ക്കും വികസനത്തിനും നിർണായക ചാലക ശക്തികളാണ്. പ്രവാസികൾക്കുള്ള ആദരമാണ് 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം. 2003 അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരിന് കീഴിൽ വിദേശ ഇന്ത്യൻ സമൂഹത്തെ അംഗീകരിക്കുന്നതിനും അവരുമായി ഇടപഴകുന്നതിനുമുള്ള ഒരു വേദിയായാണ് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ആദ്യമായി ആരംഭിച്ചത്. ഈ മാസം 9, 10 തീയതികളിൽ ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന 18ാമത് സമ്മേളനം ഇന്ത്യൻ പ്രവാസികൾക്കുള്ള അംഗീകാരമായിരുന്നു. വികസിത ഇന്ത്യയ്ക്കായുള്ള പ്രവാസികളുടെ സംഭാവന എന്നതായിരുന്നു ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ പ്രവാസികളുടെ വികാരങ്ങൾ പകർത്തിയ മനോഹരമായ സംഗീത സദ്യയോടെയാണ് 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ഭുവനേശ്വറിൽ ആരംഭിച്ചത്. തുടർന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവാസികൾക്കായുള്ള രാജ്യത്തിന്റെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഘടകമായി പ്രവാസി ഭാരതീയ ദിവസ് മാറിയതായി പറഞ്ഞു. 1915 ഈ ദിവസമാണ് മഹാത്മാഗാന്ധി ദീർഘനാളത്തെ വിദേശവാസത്തിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയതെന്ന് അനുസ്മരിച്ചുകൊണ്ട് ഇത്രയും അത്ഭുതകരമായ ഒരു സമയത്ത് ഇന്ത്യയിലെ പ്രവാസികളുടെ സാന്നിധ്യം ആഘോഷത്തിന്റെ ആവേശം വർദ്ധിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. PVDക്ക് നിർണായകമായ ദർശനം നൽകിയ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെയും നരേന്ദ്രമോദി അനുസ്മരിച്ചു. It was on this day in 1915 that Mahatma Gandhi ji came back to India after a long stay abroad. Your presence in India at such a wonderful time is aiding to the festive spirit. This edition of Pravasi Bharatiya Divas is special for an additional reason. We have gathered here just a few days after the birth centenary of Atal Bihari Vajpayee ji. His vision was instrumental to this program. It has become an institution to strengthen the bond between India and its diaspora. Together, we celebrate India, Indianness, our culture, our progress, and connect to our roots. ഒഡീഷയിലെ പൈതൃകം ഓരോ ചുവടുവയ്പിലും നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉദയഗിരി, ഖണ്ഡഗിരി എന്നീ ചരിത്ര ഗുഹകൾ, കൊണാർക്കിലെ മനോഹരമായ സൂര്യക്ഷേത്രം, താമ്രലിപ്തി, മണിക്പട്ടണം, പാലൂർ എന്നീ പുരാതന തുറമുഖങ്ങൾ എന്നിവ സന്ദർശിക്കുമ്പോൾ എല്ലാവർക്കും അഭിമാനം തോന്നുന്നുവെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. 100 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒഡീഷയിൽ നിന്നുള്ള വ്യാപാരികളും കച്ചവടക്കാരും ബാലി, സുമാത്ര, ജാവ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ദീർഘമായ കടൽ യാത്രകൾ നടത്തിയിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി അതിന്റെ സ്മരണയ്ക്കായി ഇന്നും ഒഡീഷയിൽ ബാലി യാത്ര ആഘോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒഡീഷയിലെ ഒരു പ്രധാന ചരിത്ര സ്ഥലമായ ധൌലി സമാധാനത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകം ആയുധശക്തിയിലൂടെ സാമ്രാജ്യങ്ങൾ വികസിപ്പിക്കുമ്പോൾ അശോക സാമ്രാട്ട് ഇവിടെ സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുത്തുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭാവി യുദ്ധത്തിലല്ല, ബുദ്ധനിലാണ് എന്ന് ലോകത്തോട് പറയാൻ ഈ പൈതൃകം ഇന്ത്യയെ പ്രചോദിപ്പിച്ചുവെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. അതിനാൽ ഒഡീഷയുടെ ദേശത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് തനിക്ക് വളരെ സവിശേഷമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ പ്രവാസികളെ ഇന്ത്യയുടെ അംബാസഡർമാരായി താൻ എപ്പോഴും കണക്കാക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു. ലോകമെമ്പാടുമുള്ള സഹ ഇന്ത്യക്കാരെ കാണുന്നതിലും അവരുമായി സംസാരിക്കുന്നതിലും സന്തോഷം പ്രകടിപ്പിച്ച അദ്ദേഹം അവരിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന സ്നേഹവും അനുഗ്രഹങ്ങളും മറക്കാനാവാത്തതാണെന്നും ഇത് ഇപ്പോഴും തന്നോടൊപ്പം നിലനിൽക്കുമെന്നും പറഞ്ഞു.
ഇന്ത്യൻ പ്രവാസികളോട് ഹൃദയംഗമമായ നന്ദി പ്രകടിപ്പിക്കുകയും ആഗോളവേദിയിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ അവസരം നൽകിയതിന് അവരോട് നന്ദി പറയുകയും ചെയ്ത പ്രധാനമന്ത്രി കഴിഞ്ഞ ദശകത്തിൽ നിരവധി ലോക നേതാക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നും അവരെല്ലാം ഇന്ത്യൻ പ്രവാസികളെ അവരുടെ സാമൂഹിക മൂല്യങ്ങൾക്കും അതാത് സമൂഹങ്ങൾക്ക് നൽകിയ സംഭാവനകൾക്കും പ്രശംസിച്ചിട്ടുണ്ടെന്നും എടുത്തു പറഞ്ഞു. ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് മാത്രമല്ല, ജനാധിപത്യം ഇന്ത്യൻ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. हम सिर्फ मदर ऑफ डेमोक्रेसी ही नहीं है, बल्कि डेमोक्रेसी हमारी लाइफ का हिस्सा है, हमारी जीवन पद्धति है. हमें डायवर्सिटी सिखानी नहीं पड़ती, हमारा जीवन ही डायवर्सिटी से चलता है. इसलिए भारतीय जहां भी जाते हैं वहां की सोसाइटी के साथ जुड़ जाते हैं. हम जहां जाते हैं वहां के रूल्स, वहां के ट्रेडिशंस की रिस्पेक्ट करते हैं. हम पूरी ईमानदारी से उस देश की, उस सोसाइटी की सेवा करते हैं. वहां की ग्रोथ और प्रॉस्पेरिटी में कंट्रीब्यूट करते हैं. और इन सब के साथ ही हमारे दिल में भारत भी धड़कता रहता है. ഇന്ത്യക്കാർ സ്വാഭാവികമായി വൈവിധ്യത്തെ സ്വീകരിക്കുകയും അവർ ചേരുന്ന സമൂഹങ്ങളിൽ തടസ്സമില്ലാതെ സംയോജിപ്പിക്കുകയും പ്രാദേശിക നിയമങ്ങളെയും പാരമ്പര്യങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യക്കാർ അവരുടെ ആതിഥേയ രാജ്യങ്ങളെ സത്യസന്ധതയോടെ സേവിക്കുകയും അവരുടെ വളർച്ചയ്ക്കും സമൃദ്ധിക്കും സംഭാവന നൽകുകയും ഇന്ത്യയെ എപ്പോഴും അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുവെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ ഓരോ സന്തോഷവും നേട്ടവും അവർ വളരെ ആവേശത്തോടെ ആഘോഷിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികളുടെ സുപ്രധാന ചരിത്രത്തെ പ്രധാനമന്ത്രി എടുത്തുകാട്ടി ഇന്ത്യയുടെ പൈതൃകത്തിന്റെ ഒരു പ്രധാന ഭാഗമായി വിവിധ രാജ്യങ്ങളിലെ അവരുടെ നേട്ടങ്ങളെ ഊന്നിപ്പറഞ്ഞു. രസകരവും പ്രചോദനാത്മകവുമായ കഥകൾ നമ്മുടെ പരസ്പര പൈതൃകത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമായി പങ്കുവയ്ക്കുകയും പ്രദർശിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഗുജറാത്തിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങൾ ഒമാനിൽ സ്ഥിരതാമസമാക്കിയ കാര്യം മൻ കി ബാത്ത് എന്ന പരിപാടിയിൽ അദ്ദേഹം ചർച്ച ചെയ്ത കാര്യം പരാമർശിച്ച നരേന്ദ്രമോദി അവരുടെ 250 വർഷത്തെ യാത്ര പ്രചോദനാത്മകമാണെന്ന് പ്രശംസിച്ചു. अभी कुछ दिन पहले मैंने मन की बात में इससे जुड़े एक प्रयास पर विस्तार से बात की थी. कुछ सेंचुरीज पहले गुजरात से कई परिवार ओमान में जाकर बस गए थे. 250 इयर्स की उनकी जर्नी काफी इंस्पायरिंग है. यहां इससे जुड़ी एक एग्जीबिशन भी लगाई गई है. इसमें इस कम्युनिटी से जुड़े थाउजेंड्स ऑफ डॉक्यूमेंट्स को डिजिटाइज करके दिखाया गया है. साथ ही उनके साथ एक ओरल हिस्ट्री प्रोजेक्ट भी किया गया है. यानी कम्युनिटी के जो सीनियर लोग हैं, जिनकी काफी एज हो चुकी है, उन्होंने अपने एक्सपीरियंस शेयर किए हैं. मुझे खुशी है कि इनमें से कई फैमिली आज हमारे बीच यहां मौजूद भी हैं. കൂടാതെ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് രേഖകൾ ഡിജിറ്റലൈസ് ചെയ്ത് ഒരു പ്രദർശനം സംഘടിപ്പിച്ചതായും കൂട്ടിച്ചേർത്തു. കൂടാതെ സമൂഹത്തിലെ മുതിർന്ന അംഗങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച ഒരു ഓറൽ ഹിസ്റ്ററി പ്രോജക്ട് നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. ഈ കുടുംബങ്ങളിൽ നിന്ന് പലരും ഇന്ന് പരിപാടിയിൽ പങ്കെടുത്തതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. ആധുനിക ഇന്ത്യ വികസനത്തിന്റെയും പൈതൃകത്തിന്റെയും മന്ത്രവുമായി പുരോഗമിക്കുകയാണ്. G20 യോഗങ്ങളിൽ ഇന്ത്യയുടെ വൈവിധ്യത്തിന്റെ നേരിട്ടുള്ള അനുഭവം ലോകത്തിന് നൽകുന്നതിനായി രാജ്യമെമ്പാടും
സെഷനുകൾ നടന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാശി തമിഴ് സംഗമം, കാശി തെലുങ്കു സംഗമം, സൗരാഷ്ട്ര തമിഴ് സംഗമം തുടങ്ങിയ പരിപാടികൾ അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചു. വരാനിരിക്കുന്ന തിരുവള്ളുവർ ദിനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിക്കുകയും അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി തിരുവള്ളുവർ സാംസ്കാരിക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സിംഗപ്പൂരിൽ ആദ്യത്തെ കേന്ദ്രം ആരംഭിച്ചതായും അമേരിക്കയിലെ ഹൂസ്റ്റൺ സർവകലാശാലയിൽ ഒരു തിരുവള്ളുവർ ചെയർ സ്ഥാപിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തമിഴ് ഭാഷയും പൈതൃകവും ഇന്ത്യയുടെ പൈതൃകവും ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തിക്കുക എന്നതാണ് ഈ ശ്രമങ്ങളുടെ ലക്ഷ്യമെന്ന് നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ പൈതൃക സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ എടുത്തുകാണിച്ച പ്രധാനമന്ത്രി രാമായണ എക്സ്പ്രസ് പോലുള്ള പൈതൃക ട്രെയിനുകൾ ശ്രീരാമനും സീതാമാതാവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പ്രവേശനം നൽകുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. ഭാരത് ഗൗരവ് ട്രെയിനുകൾ രാജ്യത്തുടനീളമുള്ള പ്രധാന പൈതൃക സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും സെമി ഹൈസ്പീഡ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ത്യയിലെ പ്രധാന പൈതൃക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിനോദസഞ്ചാരവും വിശ്വാസവുമായി ബന്ധപ്പെട്ട 17 സ്ഥലങ്ങളിലേക്ക് ഏകദേശം 150 പേരെ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക പ്രവാസി ഭാരതീയ എക്സ്പ്രസ് ട്രെയിനിന്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. ഒഡീഷയിലെ നിരവധി പ്രധാന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ എല്ലാവരെയും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും പ്രയാഗ്രാജിൽ നടക്കാനിരിക്കുന്ന മഹാകുംഭമേളയെ എടുത്തു കാണിക്കുകയും ചെയ്തു. ഈ അപൂർവ അവസരം പ്രയോജനപ്പെടുത്താൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. പ്രവാസികളുടെ സംഭാവനകളെ അംഗീകരിച്ച് ഭാരതം വികസിത രാജ്യമാകാൻ കൊതിക്കുകയാണ്. അതിന്റെ നേർസാക്ഷ്യമാണ് 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം.